ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓവർനൈറ്റ് ഓട്സ് ആട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന റെസിപ്പിയാണല്ലോ ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓട്സ്. ഇനി നമുക്കൊരു ബൗളിലേക്കോ ഗ്ലാസ്സിലേക്കോ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂൺ റോൾഡ് ഓട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവാട്ടോ പറയുന്നത്. ഞാൻ ഒരു ദിവസം കഴിക്കുന്ന അളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ റോൾഡ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോഴും ചിയാ സീഡും കസ്കസും മാറിപ്പോവും. ഇതാണ് ചിയാ സീഡ്. ഒരു ലൈറ്റ് വെള്ള കളറും കൂടി അതിൽ കാണും. കസ്കസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ളതാണ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടാൽ കുതിർന്ന് കിട്ടുന്ന സംഭവമാണ് കസ്കസ്. ചിയാ സീഡ് വെള്ളത്തിലിട്ടാൽ അത്ര വേഗമൊന്നും കുതിർന്ന് കിട്ടത്തില്ല. അപ്പോൾ വെയിറ്റ് കുറക്കാനും അതുപോലെ ഓവർനൈറ്റ് ഓട്സിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ചേർത്ത് കൊടുത്ത ചിയാ സീഡാണ്. ഈ കസ്കസ് നമ്മൾ യൂസ് ആക്കുന്നത് വെള്ളം കലക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സീഡ്സ് ആണ്. ഇതിപ്പോൾ ഒന്നിച്ചിട്ട് പലതരം സീഡ്സ് അടങ്ങിയ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ പംകിൻ സീഡോ സൺഫ്ലവർ സീഡോ ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ പംകിൻ സീഡും സൺഫ്ലവർ സീഡും അങ്ങനെ എന്തൊക്കെയോ സീഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഗുഡ് ലൈഫിൻ്റെ ലോ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഈ ഒരു പാലാണ് ഞാൻ എപ്പോഴും ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനും അതുപോലെ ജ്യൂസ് റെഡിയാക്കാനൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹണി 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ ആട്ടോ ആഡ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട കേട്ടോ, താഴെ തന്നെ വെച്ചാൽ മതിയാവും. പിന്നെ അധികം ആൾക്കാരും ഇത് സെറ്റ് ചെയ്തിട്ട് 2 ഹവറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാട്ടോ. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേനും ഇതുപോലെ ഓട്സും ചിയാ സീഡൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മാംഗോയും പൊമോഗ്രാനൈറ്റും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡെയിലി ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഫ്രൂട്ട്സിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്കൊരു വെറൈറ്റി ഒക്കെ കൊണ്ടുവരാം. ഇന്നിപ്പോൾ മാംഗോയും പൊമോഗ്രാനൈറ്റ് ആണെങ്കിൽ നാളെ റോബസ്റ്റായും ആപ്പിളും ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ആഡ് ആക്കിയിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഫൈനലി 2 സ്ട്രോബെറി അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കാൻ നല്ല സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി പലർക്കുള്ള ഡൗട്ടായിരിക്കും ഇതൊക്കെ കഴിച്ചാൽ വയറ് നിറയുമെന്ന്. വയറ് മാത്രമല്ല മനസ്സും നിറയും. കാരണം ഇത്രയും ഫ്രൂട്ട്സും ഓട്സൊക്കെ കഴിച്ചാൽ വയറ് നിറയാതിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.